ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈയിൽ നടന്ന +1 തുല്യത ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ മാത്രം പഠിച്ചാൽ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകാൻ സാധിക്കും. ഒരുപാട് ഇംഗ്ലീഷ് ചോദ്യപേപ്പറുകളും ഓരോ ചാപ്റ്ററിൻ്റെയും ചോദ്യോത്തരങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. Questions 1 to 8. Each question carries 1 score. Attempt all questions. 1 മുതൽ 8 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. Read the following passage from the lesson The Story of My Life and answer the questions that follow. The Story of My Life എന്ന പാഠത്തിലെ ഒരു ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാസേജ് വായിക്കാം. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ ദാറ്റ് ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്. ചെറിയൊരു പേടിയോടെയാണ് എൻ്റെ ജീവിത ചരിത്രം ഞാൻ എഴുതി തുടങ്ങുന്നത്. ഐ ഹാവ് ആസ് ഇറ്റ് വെയർ സൂപ്പർസ്റ്റിഷ്യസ് ഹെസിറ്റേഷൻ ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് ക്ലിങ്സ് അബൌട്ട് മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്റ്റ്. സ്വർണ്ണ നിറമുള്ള മൂടൽമഞ്ഞ് പോലെ എൻ്റെ ബാല്യത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ആ മറ നീക്കാൻ എനിക്കൊരു തരം അന്ധവിശ്വാസപരമായ മടിയുണ്ട്. The task of writing an autobiography is a difficult one. ആത്മകഥ എഴുതുക എന്നത് ദുഷ്കരമായൊരു ദൗത്യമാണ്. ചോദ്യം നോക്കാം. The passage is taken from the autobiography of. ഈ പാഠഭാഗം ആരുടെ ആത്മകഥയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻസ് നോക്കാം. മാർഗരറ്റ് ആറ്റ്വുഡ്, ഹെലൻ കെല്ലർ, കമലാദാസ്. ആൻസർ ഹെലൻ കെല്ലർ. അടുത്ത ചോദ്യം. മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്. ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻ ഈസ്. മൈ ചൈൽഡ്ഹുഡ് ലൈക്ക് എ ഗോൾഡൻ മിസ്. എൻ്റെ ബാല്യം ഒരു സ്വർണ്ണ നിറമുള്ള മഞ്ഞ് പോലെ. ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്? ഓപ്ഷൻസ് മെറ്റഫോർ, ഹൈപ്പർബലി, സിമലി. ആൻസർ സിമലി. പോലെ എന്നർത്ഥം വരുന്ന ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നിവ വരുന്നത് സിമലി ആയിരിക്കും. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു ദി ഓതർ വാട്ട് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. രചയിതാവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ബുദ്ധിമുട്ടുള്ള ജോലി? ഓപ്ഷൻസ് ടു റൈറ്റ് ദ ഹിസ്റ്ററി, ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻഡ് ഓട്ടോബയോഗ്രഫി, റൈറ്റ് എ പോയം. ആൻസർ റൈറ്റിംഗ് ആൻഡ് ഓട്ടോബയോഗ്രഫി. അടുത്ത ചോദ്യം. പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ടു ബിലീവ് ഇൻ മാജിക് ഓർ ചാൻസ് ഓർ ടു ഹാവ് ആൻ ഇറാഷണൽ ബിലീഫ് ഓർ പ്രാക്ടീസ്. മാന്ത്രിക ശക്തിയിലോ ഭാഗ്യത്തിലോ വിശ്വസിക്കുക അല്ലെങ്കിൽ യുക്തിരഹിതമായ വിശ്വാസമോ ആചാരമോ പുലർത്തുക എന്നർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തുക. ഓപ്ഷൻസ് നോക്കാം. ഹെസിറ്റേഷൻ, ഗോൾഡൻ മിസ്, സൂപ്പർസ്റ്റിഷൻ. ആൻസർ സൂപ്പർസ്റ്റിഷൻ. അടുത്ത ചോദ്യം. റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കവിതയിലെ വരികൾ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വരികൾ വായിക്കാം. ഷീ സ്ക്വാറ്റ്സ് bare feet, splayed out, not graceful, skirt tucked around ankles. ഒരു സ്ത്രീ ഇരിക്കുന്ന രീതിയെക്കുറിച്ചാണ് കവി ഈ വരികളിൽ വിവരിച്ചിരിക്കുന്നത്. അവൾ ധരിച്ചിരിക്കുന്ന പാവാട കണങ്കാലുകൾക്ക് ചുറ്റും തിരികെ വെച്ച് ചെരുപ്പൊന്നുമിടാതെ കാലുകൾ കുത്തിയാണ് ഇരിക്കുന്നത്. Her face is lined and cracked. She looks old, older than anything. അവളുടെ മുഖം ചുളിവുകളും വിള്ളലുകളും നിറഞ്ഞതാണ്. അവളെ കണ്ടാൽ വളരെയധികം പ്രായം തോന്നും. She is probably 30. Her hands also are lined and cracked and awkward. അവൾക്ക് ഏകദേശം 30 വയസ്സുണ്ടാകാം. അവളുടെ കൈകൾ പ്രായമായവരെ പോലെ വരകളും ചുളിവുകളുമുണ്ട്. ചോദ്യം നോക്കാം. These lines are taken from the poem. ഈ വരികൾ ഏത് കവിതയിൽ നിന്നെടുത്തതാണ്? ഓപ്ഷൻസ് എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്, മൈ ചെറി ട്രീ, റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. ആൻസർ എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദി ഏജ് ഓഫ് ദ വുമൺ മെൻഷൻഡ് ഇൻ ദ പോം. കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീയുടെ പ്രായം എത്രയാണ്? ഓപ്ഷൻസ് 40, 30, 20. ആൻസർ 30. അടുത്ത ചോദ്യം. പിക്ക് ഔട്ട് ദ ഫ്രേസ് ഫ്രം ദ പോം ദാറ്റ് മീൻസ് ടു സ്പ്രെഡ് ഔട്ട് ഓർ വൈഡൻ ഓർ ടു ബി സ്പ്രെഡ് ഔട്ട് വൈഡ് എപ്പാർട്ട്. ടു സ്പ്രെഡ് ഔട്ട് ഓർ വൈഡൻ ഓർ ടു ബി സ്പ്രെഡ് ഔട്ട് വൈഡ് എപ്പാർട്ട് എന്ന മീനിങ് വരുന്ന വാക്ക് എഴുതുക. ഓപ്ഷൻസ് ടക്ഡ് അറൗണ്ട്, bare feet, splayed out. ആൻസർ splayed out. അടുത്ത ചോദ്യം. The woman in the poem looks old. Why?
കവിതയിലെ സ്ത്രീ പ്രായമായവളായി കാണപ്പെടുന്നു എന്തുകൊണ്ട്? ഓപ്ഷൻസ്: ഷീസ് ആംഗ്രി, ഷീസ് ജലസ്, ഷീസ് വർക്കിംഗ് ഹാർഡ്. ആൻസർ: ഷീസ് വർക്കിംഗ് ഹാർഡ്. കഠിനാധ്വാനി ആയതുകൊണ്ടാണ് കവിതയിലെ സ്ത്രീ പ്രായമായവളായി കാണപ്പെടുന്നത്. Questions 9 to 12. Answer any 3 of the following questions. Each question carries 2 scores. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. സപ്ലൈ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് അനുയോജ്യമായ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ഇറ്റ് വാസ് എ നൈസ് ഫിലിം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡസൻറ്റ് ഇറ്റ്, വാസൻറ്റ് ഇറ്റ്, വേർ ഇറ്റ്. ഇറ്റ് വാസ് എ നൈസ് ഫിലിം എന്നതിൽ വാസ് എന്ന വേർഡ് കണ്ടു. അതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ ഉത്തരമായി. ആൻസർ: വാസൻറ്റ് ഇറ്റ്. അടുത്ത ചോദ്യം: സ്വരാഗ് ലവ്സ് ഗെയിംസ്. ഓപ്ഷൻസ്: ഡസിൻ ഹി, ഡോൺ ഹി, ഡു വി. ഇവിടെ സ്വരാഗ് ലവ്സ് ഗെയിംസ് എന്നതിൽ ലവ്സ് എന്ന വേർഡ് ശ്രദ്ധിക്കുക. അങ്ങനെ കാണുമ്പോൾ ആൻസർ ഡസിലാണ് തുടങ്ങുന്നത്. ഡസിൻ്റെ കൂടെ നോട്ട് എന്ന് ചേർക്കുക. സ്വരാഗ് ഒരു ബോയ് ആണ്. സോ ഹി എന്നുകൂടി ആൻസറിൽ ചേർക്കുക. ആൻസർ: ഡസിൻ ഹി. അടുത്ത ചോദ്യം: ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ക്രിയകളുടെ ശരിയായ രൂപം ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. സുധീഷ് യൂഷ്വലി പ്ലേ ടെന്നീസ് ഇൻ ദ മോർണിംഗ്. ഓപ്ഷൻസ്: പ്ലേസ്, ആർ പ്ലേയിങ്, വിൽ പ്ലേ. ഇതിൻ്റെ ആൻസർ പ്ലേസ് എന്നാണ്. അടുത്ത ചോദ്യം: ദ ഫാമിലി ഗോ ഫോർ മൂവീസ് എവറി സൺഡേ. ഓപ്ഷൻസ്: ഗോസ്, ഗോ, ആർ ഗോയിങ്. ആൻസർ: ഗോസ്. അടുത്ത ചോദ്യം: സപ്ലൈ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. അനുയോജ്യമായ പ്രപ്പോസിഷനുകൾ കണ്ടുപിടിച്ച് എഴുതുക. ബൈ, ടു, ഓഫ്, വിത്ത് എന്നിങ്ങനെ 4 പ്രപ്പോസിഷനുകൾ കൊടുത്തിട്ടുണ്ട്. ദേ ഓപ്പൺ ദ ഡോർ ഡാഷ് ദ വുഡ്ഷർ ഡാഷ് ദി അറ്റ്മോസ്റ്റ് പ്രിക്കോഷൻ. ആൻസർ: ഓഫ്, വിത്ത്. ഇത് ബെഗർ എന്ന ചാപ്റ്ററിലെ ഒരു സെൻറ്റൻസ് ആണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 88-ാമത്തെ പേജിൽ നിന്നെടുത്തതാണ് ഈ ചോദ്യം. അടുത്ത ചോദ്യം: റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോം ആൻഡ് ഐഡൻറ്റിഫൈ ദ എൻഡിങ് വേർഡ്സ്. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ച ശേഷം ഓരോ വരിയുടെയും അവസാനത്തെ വാക്കുകളുടെ പ്രത്യേകത കണ്ടുപിടിക്കുക. വരികൾ വായിക്കാം. ഐ പ്ലാന്റഡ് ദാറ്റ് ആൻഡ് നർച്ചേർഡ് ഇറ്റ് ഫ്രം സീഡ്. ഐ വാച്ച്ഡ് ആൻഡ് പ്രൂൺഡ് ഇറ്റ് ആസ് ഓഫൻ വാസ് എ നീഡ്. ഈ വരികളുടെ അവസാനത്തെ വേർഡ് ശ്രദ്ധിക്കുക. സീഡ്, നീഡ്. ഇതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഉച്ചാരണം ഒരുപോലെയായിരിക്കും. ഇത് റൈമിംഗ് വേർഡ്സ് ആണ്. കവിത പഠിപ്പിച്ചപ്പോൾ ഇത് പറഞ്ഞതാണ്. റൈമിംഗ് വേർഡ്സ് എന്നതാണ് ഇതിൻ്റെ ആൻസർ. Questions 13 to 19. Answer any 5 of the following questions. Each carries 4 scores. 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. ചോദ്യം നോക്കാം. ജസ്റ്റിഫൈ ദി എൻഡിങ് ഓഫ് ദ പ്ലേ ദ ബൂർ. ദ ബൂർ എന്ന നാടകത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ച് എഴുതുക. ആൻസർ നോക്കാം. ദി എൻഡിങ് ഓഫ് ദ പ്ലേ ദ ബൂർ ഈസ് സാറ്റിസ്ഫൈയിങ് ആൻഡ് എൻജോയബിൾ. ദ ബൂർ എന്ന നാടകത്തിൻ്റെ അവസാനം തൃപ്തികരവും ആസ്വാദികരവുമാണ്. പോപ്പോവ് ആൻഡ് സ്മിർനോവ്സ് റിലേഷൻഷിപ്പ് ചേഞ്ചസ് ഡ്രമാറ്റിക്കലി ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഓഫ് ദ പ്ലേ. നാടകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പോപ്പോവിൻ്റെയും സ്മിർനോവിൻ്റെയും ബന്ധം നാടകീയമായി കാണുന്നു. ഇനീഷ്യലി ദേ ഡോണ്ട് ഗെറ്റ് അലോങ് ബട്ട് ലേറ്റർ ദേ ഫാൾ ഇൻ ലവ്. നാടകത്തിൻ്റെ തുടക്കത്തിൽ അവർ തമ്മിൽ ഒത്തുപോകുന്നില്ല, പക്ഷേ പിന്നീട് അവർ പ്രണയത്തിലാകുന്നു. ദിസ് ഈസ് ഫണ്ണി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. ഇതൊരു രസകരവും അപ്രതീക്ഷിതവുമായ വഴിത്തിരിവാണ്. പോപ്പോവ്സ് പ്രിറ്റൻസ് ഓഫ് ഗ്രീഫ് ഫെയ്ഡ്സ് എവേ ആൻഡ് സ്മിർനോവ്സ് സോഫ്റ്റർ സൈഡ് ഈസ് റിവീൽഡ്. പോപ്പോവിൻ്റെ ദുഃഖഭാവം മാറിപ്പോകുന്നു, പരുക്കനായ സ്മിർനോവിൻ്റെ മൃദുലമായ വശം വെളിപ്പെടുന്നു. They forget about their differences and decide to get married. അവർ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. The ending shows that love can bring people together even if they didn't like each other at first. ആദ്യം പരസ്പരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രണയം ആളുകളെ കൂട്ടിച്ചേർക്കുമെന്ന് അവസാനം കാണിക്കുന്നു.
ഇറ്റ്സ് എ ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് ഹ്യൂമറസ് കൺക്ലൂഷൻ ടു ദ പ്ലേ. ഇത് നാടകത്തിന് വളരെ ലളിതവും തമാശ നിറഞ്ഞതുമായ ഒരു അവസാനമാണ് നൽകുന്നത്. ദി എൻഡിങ് ഫിറ്റ്സ് വെൽ വിത്ത് ദ കമേഡിക് ടോൺ ഓഫ് ദ സ്റ്റോറി. കഥയിലെ ഹാസ്യ സ്വഭാവത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഇതിൻ്റെ അവസാന ഭാഗം ഒരുക്കിയിരിക്കുന്നത്. Overall, the ending of The Boor is enjoyable and satisfying, highlighting the character's growth and transformation in a humorous way. മൊത്തത്തിൽ ദ ബൂർ എന്ന നാടകത്തിൻ്റെ അവസാനം ആസ്വാദികരവും തൃപ്തികരവുമാണ്. കഥാപാത്രങ്ങളുടെ വളർച്ചയും മാറ്റങ്ങളും തമാശ രൂപത്തിൽ എടുത്തു കാണിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് ദ റിഫ്യൂജി ക്യാമ്പ് ഇൻ ദ പോം റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന കവിതയിലെ അഭയാർത്ഥി ക്യാമ്പിൻ്റെ അവസ്ഥ വിവരിക്കുക. ആൻസർ നോക്കാം. ഇൻ ദ പോം റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് റിട്ടൺ ബൈ ചിൻവ അച്ചേബി, ദ റിഫ്യൂജി ക്യാമ്പ് ഈസ് ഷോൺ ആസ് എ വെരി സാഡ് ആൻഡ് പെയിൻഫുൾ പ്ലേസ്. ചിൻവ അച്ചേബി എഴുതിയ റിഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്ന കവിതയിൽ അഭയാർത്ഥി ക്യാമ്പ് അതീവ ദുഃഖകരവും വേദനാജനകവുമായ ഒരിടമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. The poem is about the Biafra Civil War in 1967. 1967 ബിയാഫ്ര ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചുള്ളതാണ് ഈ കവിത. There is a lot of hunger in the camp. ക്യാമ്പിൽ വളരെയധികം പട്ടിണിയാണ് അനുഭവിക്കുന്നത്. The children are very thin and weak. ക്യാമ്പിലെ കുട്ടികൾ തീർത്തും മെലിഞ്ഞും അവശരുമാണ്. Their ribs can be seen and their bellies are empty. അവരുടെ വാരിയെല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, വയറുകൾ ശൂന്യമാണ്. Many children are sick with diseases like diarrhea. വയറിളക്കം പോലുള്ള അസുഖങ്ങൾ കാരണം പല കുട്ടികളും അവശരാണ്. The air in the camp smells bad because the children are unwashed. അസുഖബാധിതരായ കുട്ടികൾ കുളിക്കാത്തതിനാൽ ക്യാമ്പിലെ അന്തരീക്ഷത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. ലൈഫ് ഇൻ ദ ക്യാമ്പ് ഈസ് വെരി ഹാർഡ്. ക്യാമ്പിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. മോസ്റ്റ് മദേഴ്സ് ഹാവ് ലോസ് ഹോപ്പ് ബിക്കോസ് ദേ സീ ചിൽഡ്രൻ ഡൈയിങ് എവറി ഡേ. ദിവസവും കുട്ടികൾ മരിക്കുന്നത് കണ്ട് മിക്ക അമ്മമാരുടെയും പ്രതീക്ഷ കൈവിട്ടു കഴിഞ്ഞു. ദേ ഹാവ് സ്റ്റോപ്പ് കെയറിങ്. അവർക്ക് ഒരു കാര്യവും വിഷയമല്ലാതായിരിക്കുന്നു. ബട്ട് വൺ മദർ സ്റ്റിൽ ഷോസ് ലവ് ഫോർ ഹർ ചൈൽഡ്. എന്നാൽ ഒരമ്മ ഇപ്പോഴും തൻ്റെ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഈവൻ ഇൻ സച്ച് എ ബാഡ് കണ്ടീഷൻ ഷീ കോംസ് ഹർ ചൈൽഡ്സ് ഹെയർ ജെന്റ്ലി. അവർ വളരെ സ്നേഹത്തോടെ തൻ്റെ കുഞ്ഞിൻ്റെ മുടി ചീകിക്കൊടുക്കുന്നു. ദ ക്യാമ്പ് ഷോസ് സ്റ്റാർവേഷൻ, സിക്നസ് ആൻഡ് ഗ്രേറ്റ് സഫറിങ്. പട്ടിണിയും രോഗവും കടുത്ത ദുരിതവും നിറഞ്ഞതാണ് അഭയാർത്ഥി ക്യാമ്പ്. അടുത്ത ചോദ്യം, വാഷിംഗ്ടൺ വാസ് ഹർട്ട് ആൻഡ് ഷോക്ക്ഡ് ടു ഹിയർ ദാറ്റ് ഹിസ് ഫ്യൂച്ചർ പ്രോജക്റ്റ് വാസ് ടേക്കൺ ഓഫ്. Emily, his wife, understood the disappointment of her husband. She sends an email to the crew and the engineers calling them to restart the project. Draft the email. പാലം പണിയുക എന്ന പദ്ധതി റദ്ദാക്കിയെന്നറിഞ്ഞ വാഷിംഗ്ടൺ അതീവ ദുഃഖിതനാകുന്നു. ഭർത്താവിൻ്റെ നിരാശ മനസ്സിലാക്കിയ ഭാര്യ എമിലി പദ്ധതി പുനരാരംഭിക്കുന്നതിനായി ക്രൂ അംഗങ്ങൾക്കും എഞ്ചിനീയർമാർക്കും ഒരു ഇമെയിൽ അയക്കുന്നു. ഇമെയിൽ തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഇത് ഒരുപാട് തവണ പലതരത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ഇമെയിൽ +1 തുല്യത എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിർബന്ധമായും കാണുക. ഇതുവരെ ഏതൊക്കെ രീതിയിൽ ഇമെയിൽ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ദ ഗ്രാൻഡ് മദർ വാസ് ആൻ ഇൻവിസിബിൾ ബട്ട് സ്ട്രോങ് പ്രസൻസ് ഇൻ ദ ഫാമിലി. കുടുംബത്തിൽ നേരിട്ട് ദൃശ്യമായിരുന്നില്ലെങ്കിലും ശക്തമായൊരു സാന്നിധ്യമായിരുന്നു മുത്തശ്ശി. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഫീലിംഗ്സ് ഓഫ് ദ ഗ്രാൻഡ് സൺ വെൻ ഹി ലോസ്റ്റ് ഹെർ. മുത്തശ്ശിയെ നഷ്ടപ്പെട്ടപ്പോൾ പേരക്കുട്ടിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാകും? അറ്റംപ്റ്റ് എ ഡയറി എൻട്രി ദാറ്റ് ഹി കുഡ് ഹാവ് മെയ്ഡ്. പേരക്കുട്ടി എഴുതിയിരിക്കാൻ സാധ്യതയുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. മന്ത്, ഡേറ്റ്, ഇയർ എഴുതുക. ജൂൺ 1, 1970 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡേ എഴുതുക. ഇവിടെ മൺഡേ ആണ് കൊടുത്തിരിക്കുന്നത്. ടൈം എഴുതുക. 10:30 PM എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിയർ ഡയറി എന്ന് എഴുതി തുടങ്ങുക. ടുഡേ മൈ ഗ്രാൻഡ് മദർ ഡൈഡ്. ഇന്ന് എൻ്റെ മുത്തശ്ശി അന്തരിച്ചു. ഐ എം വെരി സാഡ്. എനിക്ക് വളരെ സങ്കടമുണ്ട്. ഷീ വാസ് ക്വയറ്റ് ബട്ട് ഷീ വാസ് ദ ഹാർട്ട് ഓഫ് അവർ ഹോം. മുത്തശ്ശി വളരെ ശാന്ത സ്വഭാവമുള്ള ആളായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഹൃദയസ്പന്ദനമായിരുന്നു മുത്തശ്ശി. ഷീ വോക്ക് മീ അപ്പ്, ഫെഡ് മീ ആൻഡ് ഫെഡ് ദ സ്പാരോസ്. മുത്തശ്ശിയാണ് എന്നെ വിളിച്ചുണർത്തുകയും ഭക്ഷണം നൽകുകയും കുരുവികൾക്ക് തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നത്. ഷീ പ്രേയ്ഡ് ഓൾ ഡേ. മുത്തശ്ശി ദിവസം മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു.
ദ ഹൗസ് ഫീൽസ് എംറ്റി നൗ. ഇപ്പോൾ വീട് ശൂന്യമായി തോന്നുന്നു. ദ സ്പാരോസ് ഡിഡ് നോട്ട് ഈറ്റ് ടുഡേ. കുരുവികൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല. ഐ മിസ് ഹെർ എ ലോട്ട്. ഞാൻ മുത്തശ്ശിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐ വിഷ് ഐ ഹാഡ് ടോക്ക് ടു ഹെർ മോർ. ഞാൻ മുത്തശ്ശിയോട് കൂടുതൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഷീ ഡൈഡ് പീസ്ഫുള്ളി വൈൽ പ്രേയിങ്. എങ്കിലും പ്രാർത്ഥനയ്ക്കിടെ സമാധാനപരമായാണ് മുത്തശ്ശി മരിച്ചത്. ദാറ്റ് മേക്സ് മീ ഫീൽ എ ലിറ്റിൽ ബെറ്റർ. അതെനിക്ക് കുറച്ച് ആശ്വാസം തരുന്നു. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ഹെർ ലവ്. മുത്തശ്ശിയുടെ സ്നേഹം ഞാൻ എപ്പോഴും ഓർക്കും. കുശ്വന്ത് എന്നാണ് ഡയറി എഴുതിയ ആളുടെ പേര്. കുശ്വന്ത് എന്നെഴുതി ഡയറി അവസാനിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ബൈ ചൂസിംഗ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളവയിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ത്രൂ ഔട്ട്, എക്സെപ്റ്റ്, വിത്തൗട്ട്, ഡിസ്പൈറ്റ് എന്നിങ്ങനെ 4 വാക്കുകൾ നൽകിയിട്ടുണ്ട്. ത്രൂ ഔട്ട് എന്നാൽ ഉടനീളം എന്നാണ് മീനിങ്. എക്സെപ്റ്റ് ഒഴികെ എന്നാണ് മീനിങ്. വിത്തൗട്ട് എന്നാൽ കൂടാതെ എന്നാണ് മീനിങ്. ഡിസ്പൈറ്റ് എന്നാൽ എങ്കിലും ഉണ്ടായിരുന്നിട്ടും എന്നാണ് മീനിങ്. 4 സെൻറ്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും യോജിച്ചവ എഴുതുക. നമുക്ക് ആൻസർ നോക്കാം. ഐ ലൈക്ക് ഓൾ വെജിറ്റബിൾസ് എക്സെപ്റ്റ് ബീൻസ്. ബീൻസ് ഒഴികെയുള്ള എല്ലാ പച്ചക്കറികളും എനിക്ക് ഇഷ്ടമാണ്. എക്സെപ്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത്, വി പ്ലേഡ് ഔട്ട്സൈഡ് ഫോർ എ വൈൽ ഡിസ്പൈറ്റ് ദ ഹോട്ട് വെദർ. ചൂടുള്ള കാലാവസ്ഥയായിരുന്നിട്ടും ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് കളിച്ചു. ഡിസ്പൈറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ബാസ്കറ്റ്ബോൾ ഈസ് പോപ്പുലർ ത്രൂ ഔട്ട് ഇന്ത്യ. ഇന്ത്യയിലുടനീളം ബാസ്കറ്റ്ബോൾ ജനപ്രിയമാണ്. ത്രൂ ഔട്ട് എന്നതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, യു കാനോട്ട് ബേക്ക് എ കേക്ക് വിത്തൗട്ട് ഫ്ലോർ. മാവില്ലാതെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. വിത്തൗട്ട് എന്നതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, കുശ്വന്ത്സ് ഫാമിലി ഡിസൈഡ്സ് ടു പബ്ലിഷ് ആൻ ഒബിച്വറി ഇൻ ദ ന്യൂസ് പേപ്പർ ടു അനൗൺസ് ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ. പ്രിപ്പയർ ദി ഒബിച്വറി. മുത്തശ്ശിയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് പത്രത്തിൽ ഒരു ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ കുശ്വന്തിൻ്റെ കുടുംബം തീരുമാനിക്കുന്നു. ചരമക്കുറിപ്പ് തയ്യാറാക്കുക. ഹിൻസ്, ടൈറ്റിൽ, ഫോട്ടോഗ്രാഫ്, പിക്ചർ, നെയിം, ഏജ്, മെസ്സേജ്, പ്ലേസ്, ഡേറ്റ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഇതിൻ്റെ ഉത്തരം 2025 അക്ഷര കൈരളി മാതൃക ചോദ്യപേപ്പർ നമ്മുടെ ചാനലിലുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ആൻഡ് ദ സൺ ടുവേഴ്സ് എ സ്നേക്ക് ഇൻ ദ പോം ദ ബോയ് ആൻഡ് ദ സ്നേക്ക്. ദ ബോയ് ആൻഡ് ദ സ്നേക്ക് എന്ന കവിതയിൽ പാമ്പിനോടുള്ള അമ്മയുടെയും മകൻ്റെയും മനോഭാവത്തിലുള്ള വ്യത്യാസം എന്താണ്? Answer, in the poem The Boy and the Snake by Charles Lamb, the mother and the son have very different attitude towards the snake. ചാൾസ് ലാംബിൻ്റെ ദ ബോയ് ആൻഡ് ദ സ്നേക്ക് എന്ന കവിതയിൽ പാമ്പിനോട് അമ്മയ്ക്കും മകനും തികച്ചും വ്യത്യസ്തമായ മനോഭാവമാണുള്ളത്. The son Henry is innocent and not afraid of the snake at all. ഹെൻറി എന്ന ആൺകുട്ടി നിഷ്കളങ്കനാണ്. അവന് പാമ്പിനെ ഒട്ടും ഭയമില്ല. He treats a snake like a friend. അവൻ പാമ്പിനെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കാണുന്നത്. He shares his breakfast with it every day and calls it great pet. എല്ലാ ദിവസവും അവൻ തൻ്റെ പ്രഭാത ഭക്ഷണം പാമ്പിന് പങ്കുവെക്കുകയും അതിനെ ഗ്രേറ്റ് പേറ്റ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. He talks to it, taps it on the head and feels safe with it. അവൻ അതിനോട് സംസാരിക്കുകയും പാമ്പിൻ്റെ തലയിൽ തലോടുകയും പാമ്പിൻ്റെ സാന്നിധ്യം കുട്ടിക്ക് സുരക്ഷിതമായും തോന്നുന്നു. He even asks the snake to sit on its own side while eating. ഭക്ഷണം കഴിക്കുമ്പോൾ തൻ്റെ വശത്തിരുന്ന് കഴിക്കാൻ പോലും കുട്ടി പാമ്പിനോട് ആവശ്യപ്പെടുന്നുണ്ട്. But the mother's attitude is full of fear and anxiety. എന്നാൽ കുട്ടിയുടെ അമ്മയുടെ മനോഭാവം ഭയവും ഉത്കണ്ഠയും നിറഞ്ഞതാണ്. When she sees her son eating with a snake, she becomes very scared. പാമ്പിനൊപ്പം മകൻ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വലിയ ഭയം തോന്നുന്നു. She thinks a snake is dangerous and can bite her son. ആ പാമ്പ് അപകടകാരിയാണെന്നും അത് മകനെ കടിക്കാൻ സാധ്യതയുണ്ടെന്നും അവൾ കരുതുന്നു. She stands quietly without speaking or moving because she is afraid of making any noise. ശബ്ദമുണ്ടാക്കിയാൽ പാമ്പ് ആക്രമിക്കുമോ എന്ന് ഭയന്ന് അമ്മ അനങ്ങാതെയും ഒന്നും സംസാരിക്കാതെയും നിൽക്കുന്നു. She feels great terror at first but later feels happy and relieved when she sees her son is safe. തുടക്കത്തിൽ കുട്ടിയുടെ അമ്മയ്ക്ക് വലിയ പേടി തോന്നുന്നുണ്ടെങ്കിലും മകൻ സുരക്ഷിതനാണെന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷവും ആശ്വാസവും അനുഭവപ്പെടുന്നു.
So, the son shows love and trust while the mother shows fear and anxiety. പാമ്പിനോട് മകൻ സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിക്കുമ്പോൾ അമ്മ പേടിയും ഉത്കണ്ഠയും പ്രകടിപ്പിക്കുന്നു. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. Questions 20 to 25. Answer any 5 of the following questions. Each carries 6 scores. 20 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 6 മാർക്ക് വീതം. ചോദ്യം നോക്കാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് മിസ്സിസ് പോപ്പോ ആൻഡ് സ്മിർനോ ഇൻ ദ പ്ലേ ദ ബൂർ. ദ ബൂർ എന്ന നാടകത്തിലെ മിസ്സിസ് പോപ്പോ, സ്മിർനോ എന്നീ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുക. ആൻസർ നോക്കാം. ഇൻ ദ പ്ലേ ദ ബൂർ ബൈ ആൻഡൺ ചെക്കോ, മിസ്സിസ് പോപ്പോ ആൻഡ് സ്മിർനോ ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ആൻഡൺ ചെക്കോവിൻ്റെ ദ ബൂർ എന്ന നാടകത്തിലെ മിസ്സിസ് പോപ്പോവും സ്മിർനോവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മിസ്സിസ് പോപ്പോ ഇസ് എ യങ് വിഡോ. മിസ്സിസ് പോപ്പോ ഒരു യുവ വിധവയാണ്. ഷീ ഈസ് ഇൻ ഡീപ് മോർണിംഗ് ഫോർ ഹർ ഹസ്ബൻഡ്. ഭർത്താവിൻ്റെ മരണത്തിൽ മിസ്സിസ് പോപ്പോ അഗാധമായ ദുഃഖത്തിലാണ്. ഷീ സ്റ്റേസ് ഇൻസൈഡ് ഹെർ ഹൗസ്, വിയർസ് ബ്ലാക്ക് ക്ലോത്ത്സ് ആൻഡ് സെസ് ഷീ വിൽ ബി ഫെയ്ത്ത്ഫുൾ ടു ഹെർ ഹസ്ബൻഡ് ഫോർ എവർ. മിസ്സിസ് പോപ്പോ വീടിനുള്ളിൽ തന്നെ കഴിയുകയും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. മരിച്ചുപോയ തൻ്റെ ഭർത്താവിനോട് എന്നെന്നും വിശ്വസ്തയായിരിക്കുമെന്ന് മിസ്സിസ് പോപ്പോ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. She is soft-spoken at first and does not like loud talking or money matters. നാടകത്തിൻ്റെ തുടക്കത്തിൽ ശാന്തമായി സംസാരിക്കുന്ന സ്വഭാവക്കാരിയാണ് മിസ്സിസ് പോപ്പോ. അവർക്ക് ഉച്ചത്തിലുള്ള സംസാരമോ പണമിടപാടുകളോ തീരെ ഇഷ്ടമല്ല. സ്മിർനോ ഓൺ ദി അതർ ഹാൻഡ് ഈസ് എ കൺട്രി ജെന്റിൽമാൻ. സ്മിർനോ ഒരു ഗ്രാമത്തിലെ പ്രഭുവാണ്. ഹീസ് മണി മൈൻഡഡ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. പണത്തോട് താല്പര്യമുള്ള തുറന്ന് സംസാരിക്കുന്ന സ്വഭാവക്കാരനുമാണ് സ്മിർനോ. He comes to Mrs. Popper's house only to ask for money. പണം ആവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം മിസ്സിസ് പോപ്പോവിൻ്റെ വീട്ടിലെത്തുന്നത്. He shouts, uses bad words and says he does not believe in love or faithful women. അദ്ദേഹം ഉറക്കെ സംസാരിക്കുകയും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പ്രണയത്തിലോ വിശ്വസ്തരായ സ്ത്രീകളിലോ തനിക്ക് വിശ്വാസമില്ലെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. He is impatient and thinks only about his work and debts. ക്ഷമയില്ലാത്ത സ്വഭാവക്കാരനായ അദ്ദേഹം തൻ്റെ ജോലിയെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബട്ട് ദേ ആർ ഓൾസോ സിമിലർ ഇൻ സം വേസ്. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ തമ്മിൽ സാമ്യമുണ്ട്. ബോത്ത് ആർ വെരി സ്റ്റബേൺ. രണ്ടുപേരും ഭയങ്കര വാശിയുള്ളവരാണ്. മിസ്സിസ് പോപ്പോ സസ് ഷീ വിൽ നെവർ ലീവ് ഹർ ഹൗസ് ആൻഡ് സ്മിർനോ സസ് ഹീ വിൽ നോട്ട് ലീവ് വിത്തൗട്ട് ഹിസ് മണി. താൻ ഒരിക്കലും വീട് വിട്ടു പോകില്ലെന്ന് മിസ്സിസ് പോപ്പോ പറയുമ്പോൾ പണം കിട്ടാതെ പോകില്ലെന്ന് സ്മിർനോവും ഉറപ്പിച്ചു പറയുന്നു. ബോത്ത് ഓഫ് ദം ഗെറ്റ് വെരി ആംഗ്രി ഡ്യൂറിംഗ് ദെയർ ആർഗ്യുമെന്റ്. തർക്കത്തിനിടയിൽ രണ്ടുപേരും ഒരുപാട് ദേഷ്യപ്പെടുന്നു. ദേ ഈവൻ എഗ്രി ടു ഫൈറ്റ് എ ഡ്യുവൽ. ഒടുവിൽ അവർ പരസ്പരം ഒരു യുദ്ധത്തിന് പോലും തയ്യാറാകുന്നു. ബട്ട് വൈൽ ഫൈറ്റിംഗ് ദെയർ റിയൽ ഫീലിംഗ്സ് കം ഔട്ട്. എന്നാൽ യുദ്ധത്തിനിടയിൽ അവരുടെ യഥാർത്ഥ വികാരങ്ങൾ പുറത്തുവരുന്നു. സ്മിർനോ സഡൻലി സസ് ഹി ലൈക്സ് ഹർ ആൻഡ് ഫാൾസ് ഇൻ ലവ് വിത്ത് ഹർ. പെട്ടെന്ന് സ്മിർനോ തനിക്ക് പോപ്പോവിനെ ഇഷ്ടമാണെന്നും താൻ പോപ്പോവുമായി പ്രണയത്തിലാണെന്നും വെളിപ്പെടുത്തുന്നു. മിസ്സിസ് പോപ്പോ ഓൾസോ ചേഞ്ചസ്. മിസ്സിസ് പോപ്പോവിൻ്റെ നിലപാടിലും മാറ്റം വരുന്നു. ഷീ ഫസ്റ്റ് സസ് ഷീ ഹെയ്റ്റ്സ് ഹിം ബട്ട് ദെൻ ഷീ സ്റ്റോപ്സ് ഹിം ഫ്രം ഗോയിങ്. ആദ്യം സ്മിർനോവിനെ വെറുക്കുന്നുവെന്ന് പറയുന്ന പോപ്പോ പിന്നീട് സ്മിർനോവിനെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നു. So, Mrs. Poppo starts as a sad and serious widow and Smyrno starts as a rude and money-minded man. ദുഃഖിതയും ഗൗരവക്കാരിയുമായ ഒരു വിധവയായാണ് മിസ്സിസ് പോപ്പോ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പരുക്കൻ സ്വഭാവക്കാരനും പണത്തോട് ആർത്തിയുള്ളവനുമായാണ് സ്മിർനോ എത്തുന്നത്. By the end, both become emotional and fall in love. എന്നാൽ കഥയുടെ അവസാനം രണ്ടുപേരും വികാരധീനരാവുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. The play shows that even opposite people can become alike. തികച്ചും വിപരീത സ്വഭാവമുള്ളവർക്ക് പോലും ഒരേപോലെയുള്ളവരായി മാറാൻ കഴിയുമെന്ന് ഈ നാടകം കാണിച്ചു തരുന്നു. അടുത്ത ചോദ്യം. ഇമാജിൻ ദാറ്റ് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ഹാസ് ദ ഹാബിറ്റ് ഓഫ് സ്റ്റീലിംഗ് തിങ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരാൾക്ക് സാധനങ്ങൾ മോഷ്ടിക്കുന്ന ശീലമുണ്ടെന്ന് സങ്കല്പിക്കുക. ഹൗ വിൽ യു കറക്റ്റ് ഹിം? അവനെ നിങ്ങൾ എങ്ങനെ തിരുത്തും? റൈറ്റ് എ ലെറ്റർ അഡ്വൈസിങ് ഹിം ടു സ്റ്റോപ്പ് ദിസ് ഹാബിറ്റ്. ഈ ശീലം ഉപേക്ഷിക്കാൻ അവനെ ഉപദേശിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുക. ഇത് ഓൺ അംബർല മോറൽസ് എന്ന A.G. ഗാർണറുടെ ചാപ്റ്ററിലെ ചോദ്യമാണ്. ഇതിൻ്റെ വിവരണം ഓൺ അംബർല മോറൽസ് എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിലെ 10ാമത്തെ ചോദ്യം കാണുക.
അടുത്ത ചോദ്യം, അറ്റൻഡ് എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ദ സ്റ്റോറി ദ ബെഗർ. ദ ബെഗർ എന്ന ചാപ്റ്ററിന്റെ റിവ്യൂ അല്ലെങ്കിൽ സമ്മറി എഴുതുക. ഈ ചാപ്റ്ററിന്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണുക. അടുത്ത ചോദ്യം, റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ ഓഫ് ദ പോം മൈ ചെറി ട്രീ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇറ്റ്സ് തീം, റൈം സ്കീം, ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് സറ്റയർ. മൈ ചെറി ട്രീ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇതിന്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്, അത് കാണുക. അടുത്ത ചോദ്യം, ദി ഇൻഹാബിറ്റൻസ് ഓഫ് ഗലി രാംനാഥൻ റിയലൈസ് ദാറ്റ് ദേ ഡിഡ് നോട്ട് പേ ഡ്യൂ റെസ്പെക്ട് ടു മെഹ്മൂദ് ദ കൈറ്റ് മേക്കർ വെൻ ഹി വാസ് അലൈവ്. പട്ടം നിർമ്മാതാവായ മെഹ്മൂദ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകിയില്ലെന്ന് ഗലി രാംനാഥൻ നിവാസികൾ തിരിച്ചറിയുന്നു. They wish to organize a condolence meeting as a tribute to Mahmood. Prepare a notice for the meeting. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആ യോഗത്തിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. ഇതിന്റെ ഉത്തരം കൈറ്റ് മേക്കർ, റസ്കിൻ ബോണ്ട് സമ്മറി, ചോദ്യോത്തരങ്ങൾ എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതിൽ 14ാമത്തെ ചോദ്യം കാണുക. അടുത്ത ചോദ്യം, ദ ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ ചേഞ്ച്ഡ് എ ലോട്ട് ആഫ്റ്റർ ദി അറൈവൽ ഓഫ് ഹർ ടീച്ചർ ആൻ സല്ലീവൻ. ദ ടീച്ചേഴ്സ് ഇൻസ്പിറേഷൻ ഹെൽപ് ഹെലൻ റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ്. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ റോൾ ഓഫ് എ ടീച്ചർ ആസ് എ മോട്ടിവേറ്റർ ആൻഡ് എ മെന്റർ. അധ്യാപികയായ ആൻ സല്ലീവന്റെ വരവോടെ ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അധ്യാപിക നൽകിയ പ്രചോദനം ഹെലനെ വലിയ ഉയരങ്ങളിലെത്താൻ സഹായിച്ചു. ഒരു പ്രചോദകനും വഴികാട്ടിയുമെന്ന നിലയിൽ അധ്യാപകനുള്ള പങ്കിനെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഇതിന്റെ ഉത്തരം 2025 അക്ഷര കൈരളി മാതൃകാ ചോദ്യ പേപ്പറിൽ 20ാമത്തെ ചോദ്യമാണ്. ആ വീഡിയോ കാണുക. Questions 26 to 28. Answer any two of the following questions. Each question carries 8 scores. 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 മാർക്ക് വീതം. ചോദ്യം നോക്കാം. Nowadays the young generation cast away old people, resulting in a mushrooming of old age homes. ഇന്നത്തെ കാലത്ത് യുവതലമുറ മുതിർന്നവരെ അവഗണിച്ചു തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഫലമായി വൃദ്ധസദനങ്ങളുടെ എണ്ണവും കൂടി വരുന്നു. ഡു യു തിങ്ക് അവർ യൂത്ത് ലാക്ക് ലവ് ആൻഡ് കമ്പാഷൻ ഫോർ ദി ഓൾ? മുതിർന്നവരോട് സ്നേഹവും കരുണയും കാണിക്കുന്നതിൽ നമ്മുടെ യുവതലമുറയ്ക്ക് വീഴ്ച പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Visit an old age home in your locality and hold an interview with an inmate. Prepare a report of your visit. നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു വൃദ്ധസദനം സന്ദർശിച്ച് അവിടുത്തെ ഒരു അന്തേവാസിയുമായി അഭിമുഖം നടത്തുക. നിങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ആൻസർ നോക്കാം. എ ഹാർട്ട് വാർമിംഗ് വിസിറ്റ് ടു ദി ഓൾഡ് ഏജ് ഹോം എന്ന് ടൈറ്റിൽ കൊടുക്കുക. റിപ്പോർട്ട് എഴുതിയ ആളുടെ പേര് കൊടുക്കുക. ഇവിടെ ബൈ അലക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് സൺഡേ ഐ വിസിറ്റഡ് പീസ് മിഷൻ ഓൾഡ് ഏജ് ഹോം ഇൻ മൈ ലൊക്കാലിറ്റി വിത്ത് മൈ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ അധ്യാപികയ്ക്കും സഹപാഠികൾക്കുമൊപ്പം ഞങ്ങളുടെ പ്രദേശത്തുള്ള പീസ് മിഷൻ വൃദ്ധസദനം ഞാൻ സന്ദർശിച്ചു. I wanted to know if young people really lack love and compassion for all people. പ്രായമായവരോട് ചെറുപ്പക്കാർക്ക് യഥാർത്ഥത്തിൽ സ്നേഹവും അനുകമ്പയും ഇല്ലേ എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ദി ഓൾഡ് ഏജ് ഹോം വാസ് നീറ്റ് ആൻഡ് പീസ്ഫുൾ. വൃത്തിയുള്ളതും ശാന്തവുമായ ഒരിടമായിരുന്നു അത്. About 50 inmates live there. അവിടെ 50ഓളം അന്തേവാസികൾ താമസിക്കുന്നുണ്ട്. The staff takes care of their food, medicines and daily needs. അവരുടെ ഭക്ഷണം, മരുന്നുകൾ, ദൈനംദിന ആവശ്യങ്ങൾ എന്നിവയെല്ലാം അവിടുത്തെ ജീവനക്കാരാണ് നോക്കുന്നത്. I talked to Mary, who is 78 years old. 78 വയസ്സുള്ള മേരി എന്നൊരു ചേച്ചിയോട് ഞാൻ സംസാരിച്ചു. She told me that her children live in another town for work. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി തൻ്റെ മക്കൾ മറ്റൊരു നഗരത്തിലാണ് താമസിക്കുന്നതെന്ന് അവർ എന്നോട് പറഞ്ഞു. They are busy, so they cannot stay with her. തിരക്കുകൾ കാരണം അവർക്ക് അമ്മയോടൊപ്പം താമസിക്കാൻ കഴിയാറില്ല. They call her twice a week and visit her during festivals. ആഴ്ചയിൽ 2 തവണ അവർ ഫോണിൽ വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ അവർ അമ്മയെ സന്ദർശിക്കുകയും ചെയ്യുന്നു. Mary said she feels lonely sometimes, but she is happy here because all the people in the old age home treat each other like family.
ഇടയ്ക്കിടെ തനിക്ക് ഏകാന്തത അനുഭവപ്പെടാറുണ്ടെങ്കിലും വൃദ്ധസദനത്തിലെ എല്ലാവരും പരസ്പരം ഒരു കുടുംബാംഗത്തെ പോലെയാണ് പെരുമാറുന്നതെന്നും അതുകൊണ്ട് താൻ ഇവിടെ സന്തുഷ്ടയാണെന്നും ഈ അമ്മ പറഞ്ഞു. ഷീ സ്പെൻഡ്സ് ഹർ ടൈം പ്രേയിങ്, ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് വാച്ചിങ് TV. പ്രാർത്ഥനയിലും സുഹൃത്തുക്കളുമായുള്ള സംസാരങ്ങളിലും TV കാണുന്നതിലുമാണ് അവർ സമയം ചെലവഴിക്കുന്നത്. She also said young people should take 10 minutes to talk to elders. That makes us very happy. യുവതലമുറയിലെ ആളുകൾ മുതിർന്നവരുമായി സംസാരിക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കണം. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. After my visit, I feel that it is not true that all young people do not care. ആ സന്ദർശനത്തിന് ശേഷം യുവതലമുറയ്ക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധയോ താല്പര്യമോ ഇല്ലെന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. Many are busy with studies and jobs. പലരും പഠനത്തിൻ്റെയും ജോലിയുടെയും തിരക്കുകളിലാണ്. But all people still need our love, respect and time. എങ്കിലും മുതിർന്നവർക്ക് ഇപ്പോഴും നമ്മുടെ സ്നേഹവും ആദരവും സമയവും ആവശ്യമാണ്. My visit taught me that we should not forget our elders. മുതിർന്നവരെ നാം മറക്കരുത് എന്ന പാഠമാണ് ആ സന്ദർശനം എനിക്ക് നൽകിയത്. A small call, a visit and kind words can bring a big smile to them. ഒരു ചെറിയ ഫോൺ വിളിയോ നേരിട്ടുള്ള സന്ദർശനമോ സ്നേഹം നിറഞ്ഞ വാക്കുകളോ മതി അവരുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിടർത്താൻ. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എവ്രിവൺ ഹാസ് എ സ്ട്രോങ് ഡിസയർ ടു ബി സക്സസ്ഫുൾ. വിജയിക്കണമെന്ന തീവ്രമായ ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. ബട്ട് ഇഫ് വൺ ലാക്സ് ഡ്രീംസ്, ഡിറ്റർമിനേഷൻ, വിൽ പവർ ആൻഡ് പെർസിവിയറൻസ് ടു ഓവർകം ഹഡിൽസ്, വൺ മേ നോട്ട് സ്കെയിൽ ദ ലാഡർ ഓഫ് സക്സസ്. എന്നാൽ സ്വപ്നങ്ങൾ, ദൃഢനിശ്ചയം, ഇച്ഛാശക്തി, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള സ്ഥിരോത്സാഹം എന്നിവയുടെ അഭാവത്തിൽ ഒരാൾക്ക് വിജയത്തിൻ്റെ പടികൾ കയറാൻ കഴിഞ്ഞെന്ന് വരില്ല. It is hard work combined with an unflinching desire to be an achiever that leads one to greater realm of glory. കഠിനാധ്വാനവും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അചഞ്ചലമായ ആഗ്രഹവും ഒത്തുചേരുമ്പോഴാണ് ഒരാൾ മഹത്തായ വിജയത്തിൻ്റെ ഉന്നതിയിലെത്തുന്നത്. How far this quotation is true as per the chapters you studied. നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഉദ്ധരണി എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കുക. Prepare an essay about this in the light of the chapters, The Story of My Life, The Story of Brooklyn Bridge and A Poor Woman Learns to Write. The Story of My Life, The Story of Brooklyn Bridge, A Poor Woman Learns to Write എന്നീ പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഇതിനെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക. ആൻസർ നോക്കാം. എവ്രിവൺ വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ. എല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. ബട്ട് വിഷിംഗ് അലോൺ ഈസ് നോട്ട് ഇനഫ്. എന്നാൽ ആഗ്രഹം മാത്രം പോരാ. വി നീഡ് ഡ്രീംസ്, ഡിറ്റർമിനേഷൻ, വിൽ പവർ ആൻഡ് ഹാർഡ് വർക്ക്. സ്വപ്നങ്ങൾ, ദൃഢനിശ്ചയം, ഇച്ഛാശക്തി, കഠിനാധ്വാനം എന്നിവ ആവശ്യമാണ്. ഇഫ് വി ഗിവ് അപ്പ് വെൻ വി ഫേസ് പ്രോബ്ലംസ് വി കൻ നോട്ട് സക്സീഡ്. പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ പിന്മാറിയാൽ വിജയിക്കാൻ കഴിയില്ല. ദ ചാപ്റ്റേഴ്സ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് ഷോ അസ് ദാറ്റ് ദിസ് കൊട്ടേഷൻ ഈസ് ട്രൂ. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്നീ അധ്യായങ്ങൾ ഈ ഉദ്ധരണി സത്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. In The Story of My Life, we read about Helen Keller. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠത്തിൽ നാം ഹെലൻ കെല്ലറിനെ കുറിച്ച് വായിച്ചു. She became blind, deaf and dumb when she was very small. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കാഴ്ചയും കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു. Her life was full of darkness and silence. അവരുടെ ജീവിതം ഇരുളും നിശബ്ദതയും നിറഞ്ഞതായിരുന്നു. She could not see or hear anything. അവർക്ക് ഒന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞിരുന്നില്ല. It was very difficult for her. അത് അവർക്ക് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയായിരുന്നു. But Helen had a strong desire to learn. എന്നാൽ പഠിക്കണമെന്ന വലിയ ആഗ്രഹം ഹെലൻ ഉണ്ടായിരുന്നു. She did not give up. അവൾ പിന്മാറിയില്ല. With the help of her teacher, she worked hard. അധ്യാപികയുടെ സഹായത്തോടെ ഹെലൻ കഠിനമായി പരിശ്രമിച്ചു. She learned to read, write and speak. വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഹെലൻ പഠിച്ചു. She turned her weakness into strength. തൻ്റെ ബലഹീനതയെ ഹെലൻ കരുത്താക്കി മാറ്റി. Because of her never giving up attitude, Helen became a famous writer. ഒരിക്കലും തളരാത്ത ആ മനോഭാവം കാരണം ഹെലൻ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയായി തീർന്നു. Her life shows us that even big hurdles can be crossed with willpower. വലിയ പ്രതിസന്ധികളെ പോലും ഇച്ഛാശക്തി കൊണ്ട് മറികടക്കാമെന്ന് ഹെലന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു.
ഇൻ ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് വി ഓൾസോ ലേൺ ദ സെയിം ലെസൺ. ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ കഥയിൽ നിന്നും നമുക്ക് ഇതേ പാഠം തന്നെ മനസ്സിലാക്കാം. ആൻ എഞ്ചിനീയർ നെയ്മഡ് ജോൺ റോബ്ലിംഗ് ഹാഡ് എ ബിഗ് ഡ്രീം. ജോൺ റോബ്ലിംഗ് എന്ന എഞ്ചിനീയർക്ക് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു ബിൽഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ന്യൂയോർക്ക് ആൻഡ് ലോങ് ഐലൻഡ്. ന്യൂയോർക്കിനും ലോങ് ഐലൻഡിനും ഇടയിൽ ഒരു പാലം നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. മെനി പീപ്പിൾ സെഡ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ. അതൊരിക്കലും സാധ്യമല്ലെന്ന് പലരും പറഞ്ഞു. ബട്ട് ജോൺ വാസ് ഡിറ്റർമൈൻഡ്. എന്നാൽ ജോൺ ഉറച്ച തീരുമാനത്തിലായിരുന്നു. ഹി വുഡ് നോട്ട് ഗിവ് അപ്പ് ഹിസ് ഡ്രീം. അദ്ദേഹം തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ആഫ്റ്റർ ഹി ഡൈഡ് ഇൻ ആൻ ആക്സിഡന്റ് ഹിസ് സൺ വാഷിംഗ്ടൺ ടുക്ക് ചാർജ്. ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്ന് മകൻ വാഷിംഗ്ടൺ ചുമതലയേറ്റു. ദെൻ വാഷിംഗ്ടൺ ഓൾസോ ഗോട്ട് ഹേർട്ട്. പിന്നീട് വാഷിംഗ്ടണിനും പരിക്കേറ്റു. ഹി കുഡ് നോട്ട് വാക്ക് ഓർ ടോക്ക്. അദ്ദേഹത്തിന് നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയായി. ഹി കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. ഒരു വിരൽ ചലിപ്പിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. എവരിവൺ സെഡ് ദ വർക്ക് ഷുഡ് സ്റ്റോപ്പ്. ജോലി നിർത്തിവെക്കണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ബട്ട് വാഷിംഗ്ടൺ ഡിഡ് നോട്ട് ലോസ് ഹോപ്പ്. എന്നാൽ വാഷിംഗ്ടൺ അതൊന്നും കേട്ട് തന്റെ പ്രതീക്ഷ കൈവിട്ടില്ല. ഹി യൂസ്ഡ് ഹിസ് വൺ ഫിംഗർ ടു ഗീവ് സിഗ്നൽസ് ടു ഹിസ് വൈഫ് എമിലി. തന്റെ ഒരു വിരൽ ഉപയോഗിച്ച് അദ്ദേഹം ഭാര്യ എമിലിക്ക് സൂചനകൾ നൽകി. എമിലി അണ്ടർസ്റ്റുഡ് ഹിം ആൻഡ് ടോൾഡ് ദി എഞ്ചിനീയേഴ്സ് വാട്ട് ടു ഡു. എമിലിക്ക് അത് മനസ്സിലാകുകയും എഞ്ചിനീയർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഫോർ 11 years they worked like this. 11 വർഷത്തോളം അവർ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകി. ഫൈനലി ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ് വാസ് കംപ്ലീറ്റഡ് ഇൻ 1883. ഒടുവിൽ 1883 ബ്രൂക്ലിൻ ബ്രിഡ്ജ് പൂർത്തിയായി. ദിസ് ബ്രിഡ്ജ് ഈസ് എ സിംബൽ ഓഫ് സ്ട്രോങ് വിൽ, ഡിറ്റർമിനേഷൻ ആൻഡ് ടീം വർക്ക്. ഈ പാലം ദൃഢനിശ്ചയത്തിന്റെയും അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും പ്രതീകമാണ്. In a Poor Woman Learns to Write by Margaret Atwood, we see a poor woman. മാർഗരറ്റ് ആറ്റ്വുഡിന്റെ Poor Woman Learns to Write എന്ന കവിതയിൽ പാവപ്പെട്ട ഒരു സ്ത്രീയെ നാം കാണുന്നു. She is old and her hands are cracked. പ്രായമായ അവരുടെ കൈകൾ വിണ്ടുകീറിയ നിലയിലായിരുന്നു. She probably never went to school. ഒരു പക്ഷേ അവർ ഒരിക്കലും സ്കൂളിൽ പോയിട്ടുണ്ടാകില്ല. She thought writing belonged to others, not to her. എഴുത്തും പഠിപ്പും മറ്റുള്ളവർക്കുള്ളതാണെന്നും തനിക്കുള്ളതല്ലെന്നും അവർ കരുതിയിരുന്നു. But she had a desire to learn. എങ്കിലും പഠിക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. She sat on the ground and wrote her first word in the mud with a stick. ആ സ്ത്രീ നിലത്തിരുന്ന് ഒരു ചെറിയ വടി ഉപയോഗിച്ച് ചെളിയിൽ അവളുടെ ആദ്യത്തെ വാക്കെഴുതി. ഷീ വർക്ക് ഹാർഡ് ആൻഡ് വിത്ത് വറി. കുറച്ചധികം ഉത്കണ്ഠയോടെയാണെങ്കിലും ആ സ്ത്രീ കഠിനമായി പരിശ്രമിച്ചു. വെൻ ഷീ ഫിനിഷ് ഷീ സ്മൈൽ. എഴുതി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പുഞ്ചിരിച്ചു. ഷീ ഫെൽ പ്രൗഡ്. അവർക്ക് അഭിമാനം തോന്നി. ഫോർ ഹർ റൈറ്റിംഗ് വൺ വേർഡ് വാസ് എ ബിഗ് സക്സസ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കെഴുതുക എന്നത് വലിയൊരു നേട്ടമായിരുന്നു. This shows that even a small achievement gives joy if we work hard for it. കഠിനാധ്വാനം ചെയ്ത് നേടുന്ന ചെറിയൊരു കാര്യം പോലും സന്തോഷം നൽകുമെന്ന് ഇത് കാണിച്ചു തരുന്നു. From these 3 stories we learn one thing. ഈ 3 കഥകളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. Success does not come easily. വിജയം എളുപ്പത്തിൽ നേടാവുന്ന ഒന്നല്ല. We must have a dream. നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. We must have determination and willpower to face problems. പ്രതിസന്ധികളെ നേരിടാനുള്ള നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും നമുക്കുണ്ടായിരിക്കണം. We must work hard and never give up. കഠിനാധ്വാനം ചെയ്യുകയും ഒരിക്കലും പിന്മാറാതിരിക്കുകയും വേണം. Helen Keller, the Roblings and the Poor Woman all became achievers because they had a strong desire. ഹെലൻ കെല്ലർ, റോബ്ലിങ്ങിന്റെ കുടുംബം, പുവർ വുമൺ എന്ന കവിതയിലെ സ്ത്രീ, ഇവരൊക്കെയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സോ ദ കൊട്ടേഷൻ ഈസ് കംപ്ലീറ്റ്ലി ട്രൂ. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ ആ കൊട്ടേഷൻ, ഉദ്ധരണി പൂർണ്ണമായും സത്യമാണ്. ഹാർഡ് വർക്ക് വിത്ത് സ്ട്രോങ് ഡിസയർ ആൻഡ് കണ്ടിന്യൂസ് എഫേർട്സ് ലീഡ്സ് എ പേഴ്സൺ ടു എ ഹയർ ലെവൽ ഓഫ് സക്സസ്. ശക്തമായ ആഗ്രഹത്തോടും നിരന്തരമായ പരിശ്രമത്തോടും കൂടിയ കഠിനാധ്വാനം ഒരു വ്യക്തിയെ വിജയത്തിന്റെ ഉന്നത തലത്തിലേക്ക് നയിക്കുന്നു. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് പോം ആൻഡ് അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ. താഴെ വില്യം ബ്ലേക്കിന്റെ ദ ഷെപ്പേർഡ് എന്ന കവിത കൊടുത്തിട്ടുണ്ട്. ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തൊരു കവിതയാണ്. ഇനിയും ഇത് ചോദിക്കാൻ യാതൊരു ചാൻസുമില്ല. സോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കവിത എഴുതാൻ ഇതുപോലെ ഹിൻസ് കൊടുത്തിട്ടുണ്ടാകും. സ്വയം എഴുതാൻ കഴിവുള്ളവർക്ക് ഇതുപയോഗിച്ച് എഴുതാവുന്നതാണ്. ഈ ചോദ്യപേപ്പറിന്റെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്